ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. ഇന്നിപ്പോ ഞാന് വന്നിരിക്കണതേ ഒരു ബ്യൂട്ടി ടിപ്പ് കൊണ്ട് തന്നെയാണ്. അത് ഈ 40 വയസ്സ് കഴിഞ്ഞ നമ്മുടെ സ്കിന്നൊക്കെ ഇങ്ങനെ ഒരു വയസ്സായ പോലെ ഒരു ഡ്രൈനെസ്സും പിന്നെ തൂങ്ങുക അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുണ്ട്. അപ്പൊ 40-50 വയസ്സൊക്കെ ആവുമ്പോഴേക്കും സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ സാഗാവുക അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനുള്ള ഒരു റെമഡി ആയിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത്. ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഇത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് 2 ഇൻഗ്രീഡിയൻസ് വേണ്ടു. ഒന്ന് നമ്മുടെ ഈ കോഴിമുട്ടയാണ്. ഈ കോഴിമുട്ടയുടെ വെള്ള മാത്രം മതി. മറ്റേ മഞ്ഞ വേണ്ട, വെള്ള മതി. ഈ വെള്ള എടുത്തിട്ട് ആദ്യം നമുക്ക് മുഖം നന്നായിട്ടൊന്ന് ക്ലൻസ് ചെയ്യണം. ക്ലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏത് ഫേസ് വാഷ് യൂസ് ചെയ്യുന്ന വെച്ചാൽ അത് വെച്ചിട്ട് നന്നായി വാഷ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മുട്ടയുടെ വെള്ള മാത്രം എടുക്കാം. എടുക്കട്ടെ കേട്ടോ. ഞാൻ ഈ മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി മുഖത്ത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. ചെറിയൊരു മണമൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. എന്റെ കണ്ണിന്റെ ഇതിലൊക്കെ ഇത്തിരി ഇങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. ഇത് അത് തേച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ആ മുട്ടയുടെ വെള്ള തന്നെയാണ് അപ്ലൈ ചെയ്യണത്. അത് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, നന്നായി ഒരു കോട്ടിങ്ങും കൂടി കിട്ടാനായിട്ട്. അപ്ലൈ ചെയ്തിട്ട് അതിങ്ങനെ ഒരു ഡ്രൈ ആവുക വല്ലാണ്ട് ഇങ്ങനെ വലിയണ്ട. അതിൻ്റെ മുന്നേ നമ്മള് ഉരുളക്കിഴങ്ങ് ജ്യൂസാണിത്. ഇത് മിക്സിയിലിട്ട് അടിക്കുക അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ മറ്റോ അതിന്റെ ജ്യൂസ് എടുത്താൽ മതി. ജ്യൂസിന്റെ ആ മട്ട് വേണ്ട, അതിന്റെ അടിയിൽ ഊറിയിട്ടുള്ള മട്ട് വേണ്ട. അതിന്റെ തെളിയായിട്ടുള്ള ജ്യൂസ് എടുത്തിട്ട് നമ്മളിപ്പോ ഈ അപ്ലൈ ചെയ്ത എഗ് വൈറ്റിന്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനെ നന്നായി ഒന്ന് നനയണ രീതിയിൽ നന്നായി അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായി നനയുന്ന രീതിയിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എഗ് വൈറ്റ് എന്ന് പറയുന്നത് സ്കിന്ന് ടൈറ്റ് ആവാൻ ഏറ്റവും ബെസ്റ്റ് ഒരു സാധനമാണ്. അതാണെങ്കിൽ നമ്മുടെ മുഖത്ത് അധികം ഇങ്ങനെ ഡ്രൈ പോലെ ആക്കാനും പാടില്ല. ഒരു 1/4 ഭാഗം ഡ്രൈ ആവുമ്പോഴേക്കും, എഗ് വൈറ്റ് വെച്ച് ഡ്രൈ ആവുമ്പോഴേക്കും നമ്മൾ ഈ പൊട്ടാറ്റോന്റെ ജ്യൂസ് ഇങ്ങനെ തേച്ച് കൊടുക്കണം. പിന്നെന്താ വെച്ചാൽ ഈ മുട്ടയുടെ വെള്ളം തേച്ചിട്ട് നമ്മൾ അധികം സംസാരിക്കാനോ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ ജസ്റ്റ് വെറുതെ ഇരിക്കാൻ തന്നെ പാടുള്ളൂ. അതാണ് കുറച്ചും കൂടി ബെറ്റർ.
ഇതൊരു ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം ചെയ്താൽ നല്ലതാണ്. എന്നിട്ട് ഞാൻ ഇതിപ്പോ മുഖം നന്നായി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ടവലുകൊണ്ട്, ഇങ്ങനത്തെ ടവലുകൊണ്ടൊക്കെ തുടയ്ക്കുമ്പോൾ ജസ്റ്റ് ഒപ്പിയെടുക്കാനേ പാടുള്ളൂ, മുഖത്ത് ഇങ്ങനെ വെച്ച് ഉരയ്ക്കാൻ പാടില്ല. ടിഷ്യൂ പേപ്പറൊക്കെ ആണെങ്കിൽ പിന്നെയും നമുക്കൊന്ന് ഇതാക്കി എടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുക. നല്ലൊരു റിസൾട്ടാണ്. നിങ്ങളൊരു 3-4 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഗുണം അറിയാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.